ഗുരുകരണത്തിലേക്ക് സ്നേഹവന്ദനം. ലോകം കാൽപന്തിൻ്റെ പനിയിലാണ്. കളിക്കളം ഒരു സംസ്കാരമാണ്. ആവർത്തനം കൊണ്ട് ആഴപ്പെടുന്ന ജാലികൾ വിളിക്കുന്ന വാക്കാണ് സംസ്കാരം, കൾച്ചർ. അങ്ങനെയെങ്കിൽ കളിക്കളം നമ്മളെ പരിശീലിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന എന്താണ്? വിജയമല്ല അതിൻ്റെ ഏക മാനദണ്ഡം, വിക്ടറി സ്റ്റാൻഡ് അല്ല അതിൻ്റെ വിഗ്രഹം. ജയപരാജയങ്ങളെ സമയത്തോടുള്ള കാണാനായിട്ടുള്ള മനസ്സിനെ രൂപപ്പെടുത്തിയെടുക്കുകയാണ് എല്ലാ കളിക്കളങ്ങളെയും ധർമ്മം. എന്നിട്ടും പരാജയങ്ങൾക്കോ പരാജിതർക്കോ ഈ ഭൂതലത്തിന് മീതെ നിലനിൽക്കാൻ അവകാശമില്ലെന്ന മട്ടിൽ കാര്യങ്ങൾ പോവുകയാണ്. വേൾഡ് കപ്പിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ എപ്പോഴും ഓർമ്മിക്കുന്നത് ആ ചെറുപ്പക്കാരനെയാണ്. 27 വയസ്സുള്ള എസ്കോബാർ. നിർണായകമായ ഒരു കളിയിൽ സെൽഫ് ഗോളിൻ്റെ അപമാനം പേര് പുറത്തേക്ക് പോകേണ്ട ഒരാൾ. പബ്ബിലിരിക്കുമ്പോൾ അയാളെ കൊലപ്പെടുത്തിയ മനുഷ്യന് ഒരൊറ്റ നീതീകരണമേ ഉള്ളൂ: പരാജയത്തിന് നിമിത്തമായ ഒരു മനുഷ്യന് ജീവിക്കാനായിട്ട് അർഹതയില്ല. തെളിഞ്ഞോ മറഞ്ഞോ ഒക്കെ നമ്മുടെ ലോകത്തിൻ്റെ മനോഭാവം ആ കൊലപാതകങ്ങൾ പുറത്തു വരുന്നുണ്ട്. പരാജയം നിന്ദിക്കപ്പെടേണ്ടതാണെന്നും പരാജിതര് കരുണ അർഹിക്കുന്നതിലുമില്ല എന്നൊക്കെയുള്ള മറ്റുള്ള ചില വിചാരങ്ങളാണ്. വേദപുസ്തകവും ചരിത്രവും മനുഷ്യനുമായി ബന്ധപ്പെട്ട തത്വശാസ്ത്രവും ഒക്കെ നിശ്ചയമായിട്ടും പറയാനായിട്ട് ശ്രമിക്കുന്നത് എതിർദിശയുള്ള ചില കാര്യങ്ങളാണ്. സമയത്തോട് ജീവിതം സ്വീകരിക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രേസ് പോലും സ്പോർട്ടീവ് ആകാന്നുള്ള, അത് നിശ്ചയമായിട്ടും ആ സ്പോർട്സ് എന്ന് പറഞ്ഞ പരിസരത്ത് നിന്ന് രൂപപ്പെട്ട വാക്കാണ്. കളിയിൽ തോറ്റ ഒരാൾ കുലീനമായിട്ട് എതിരാളി ആശ്ലേഷിച്ച് പുറത്തേക്ക് പോകുന്നത് കണ്ടില്ലേ? സമയത്തോടുകൂടി ജീവിതത്തെ സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രധാനം. വിജയങ്ങളിൽ ഇത്രയും ആനന്ദിക്കേണ്ടതില്ലെന്നും പരാജയങ്ങളിൽ ഇത്ര തകർന്നു പോകേണ്ടതെന്ന് ഓർമ്മിക്കുന്ന ആ സന്തുലനാവസ്ഥയുടെ, സംയമനത്തിൻ്റെ, ഇക്വിലിബ്രിയത്തിൻ്റെ സുവിശേഷമാണ് കളിക്കളങ്ങൾക്ക് ഭൂമിയോട് പറയാനുള്ളത്. നിശ്ചയമായിട്ടും അതങ്ങനെ തന്നെ ആയിരിക്കണം. തോൽക്കുന്നതിനകത്ത് ഇത്ര മോശപ്പെട്ട കാര്യം എന്താ ഉള്ളത്? എന്നിട്ടും തോൽവി അഭിമുഖീകരിക്കാതെ, തോൽവിയുടെ സാധ്യതകളും പോലും പറയാതെയാണ് നമ്മൾ കുഞ്ഞുമക്കളെ പോലും വളർത്തിയെടുക്കുക. നമ്മുടെ ആ പാഠ്യപദ്ധതികളിലേക്ക് തന്നെ നോക്കിയാൽ ഈ കാര്യം വളരെ വ്യക്തമാണ്. തോൽവി എന്ന് പറയുന്ന ഒരു പ്രശ്നത്തില്ല. നല്ലതുപോലെ മോഡറേഷൻ കൊടുത്ത്, നല്ലതുപോലെ ആ കുഞ്ഞുങ്ങളെ സഹായിച്ച്, ഇനിയും കുഞ്ഞുങ്ങൾ തോറ്റു കഴിഞ്ഞെന്നാൽ 1 മാസത്തിനുള്ളിൽ സേവ് പരീക്ഷയൊക്കെ എഴുതി തോൽവിയുടെ സാധ്യതകൾ പോലും ആ കുട്ടികളുടെ ജീവിതത്തിന് എടുത്തു മാറ്റുകയാണ്. പാമ്പും കോവണിയും കളിക്കകത്ത് ഇങ്ങനെ പാമ്പിനെ എടുത്തു മാറ്റിയിട്ട് ഇനി കോവണി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ചെറിയ പ്രായത്തിലൊക്കെ അത് ഭംഗിയുള്ളതാണ്. പക്ഷേ ജീവിതം ഇങ്ങനെ സ്പ്രിന്റ് മാത്രമല്ല, അങ്ങനെ മാരത്താണെന്ന് പറയുന്ന ഒരു തലം കൊണ്ടുകൊണ്ട് ഈ ചെറിയ ഇടങ്ങളിൽ കുഞ്ഞുങ്ങൾ പരാജയം അറിയാതെ മുമ്പോട്ട് പോയെന്നിരിക്കാം. പക്ഷെ ദീർഘമായ ഈ ജീവിതത്തിൽ നിശ്ചയമായിട്ടും അതിൻ്റെ ഓരോ ഇടവഴികളിൽ, ഓരോ ഇടനാഴികളിൽ, ഓരോ വളവുകളിൽ ജീവിതത്തിൻ്റെ ഓരോരോ ദുരന്തങ്ങൾ, സെറ്റ് ബാക്കുകൾ അവരെ തേടി നിൽക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളെങ്ങനെ മുമ്പോട്ട് പോകും? പരാജയമെന്ന് പറയുന്ന ആ ഭംഗിയുള്ള കാര്യം പഠിക്കാതെ എങ്ങനെയാണ് അവരുടെ ആയുസ്സിന് ഭംഗി ഉണ്ടാവുക? എങ്ങനെയാണ് അവരുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാവുക? പരാജയങ്ങൾ ഗുരുക്കന്മാരെ തകർത്തിയിട്ടില്ല എന്ന് ഓർമ്മിക്കണം. എനിക്ക് തോന്നുന്നു അവരതിൻ്റെ ഒരു കാൽപ്പനിക സൗന്ദര്യം പോലും കണ്ടെത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഗാന്ധിയൊക്കെ നിരീക്ഷിച്ച ഈ കാര്യം വളരെ വ്യക്തമാവുകയാണ്. പരാജയമല്ല ആ മനുഷ്യനെ ഭയപ്പെടുത്തിയത്, വിജയമാണ്. സ്വാതന്ത്ര്യം ഇന്ത്യക്ക് ലഭിക്കുമ്പോൾ അത് വലിയ വിജയമായിട്ട് തെരുവോരങ്ങളിൽ മനുഷ്യർ ആർത്തട്ടഹസിക്കുമ്പോൾ, ആരവം മുഴക്കി അതിനെ ഘോഷിക്കുമ്പോൾ ഗാന്ധി പറഞ്ഞ എന്താണ്? ഇത്രയും ആഘോഷിക്കാൻ എന്താ ഉള്ളത്? വൈസോ ജുബിലൻസ്. വിജയം ആ മനുഷ്യനെ വല്ലാതെ ഭാരപ്പെടുത്തി. അത്തരം ഭയവും ഭാരപ്പെടലുമൊക്കെ തെറ്റല്ലെന്ന് കാലം തെളിയിച്ചിട്ടുമുണ്ട്. അപ്പോൾ പരാജയങ്ങൾക്ക് ഒരു സുവിശേഷം രൂപപ്പെടുത്തേണ്ടതുണ്ട്. വേദപുസ്തകമൊക്കെ ഈ പരാജിതരുടെ കൂടെ നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്ന അത്തരം ചില അനുശീലനങ്ങൾക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന പുസ്തകം. കലയിലുമൊക്കെ ആ പരാജിതർക്കൊരു സ്പേസ് ഉണ്ട്, നമുക്കറിയാം. ഒരു പ്രണയത്തിൽ പറയുന്ന കണക്കാ, ഭൂമിയിലെ നല്ല പ്രണയങ്ങളൊന്നും പരിണയത്തിലെത്തിയിട്ടില്ല. പരിണയത്തിലെത്തിയ ആ പ്രണയങ്ങൾ ഭൂമിയുടെ നല്ല കഥകളോ നല്ല ഓർമ്മകളായി മാറിയിട്ടുമില്ല. അപ്പം തോറ്റ കഥകളാണ് പ്രണയകഥകളെന്നൊക്കെ പറയുന്ന കണക്ക് ലോകത്തെല്ലായിടത്തും എല്ലാ മേഖലയ്ക്കകത്തും തോറ്റ ചില മനുഷ്യരുടെ നിലനിൽപ്പുകൾക്ക് ഈ ജയിച്ചവരെക്കാൾ ഭംഗിയുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഈ ജയിച്ചവർക്ക് രോഗം പോലും ഉണ്ടെന്നാണ് പറയുക. ഇങ്ങനെ ഡെസ്റ്റിനേഷൻ സിൻഡ്രോം എന്ന് പറയുന്ന ഒന്നാണ്. മല കയറി ചെല്ലുന്ന ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ശൂന്യത കണക്ക് എന്തോ ഒന്ന് അവരെ ഭാരപ്പെടുത്തുന്നുണ്ട്. അത് ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നുള്ള ഒരു ബോധം കൊണ്ട് മാത്രമല്ല, എല്ലാ വിജയങ്ങൾക്ക് പിന്നിലും വല്ലാത്ത കുറ്റബോധമുണ്ട്. അവരെയൊക്കെ തോൽപ്പിച്ചിട്ടാണ് മനുഷ്യനെ വിക്ടറി സ്റ്റാൻഡിൽ നിൽക്കുക. ഇത്രയും പേരെ തോൽപ്പിക്കാനായിട്ട് നിമിത്തമായി മാറിയൊരു മനുഷ്യന് പാടകണക്കൊരു മനസ്സുള്ളത് കൊണ്ട് അയാളുടെ വിജയം അയാൾ വല്ലാതെ ഭാരപ്പെടുത്തും. ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കലിയുദ്ധത്തിന് ശേഷം
ഇങ്ങനെ അശോക ബുദ്ധമാർഗത്തിലേക്ക് തിരിയുന്നത്? പലതിനകത്തും ആ കൃത്യമായ രാഷ്ട്രീയ കാരണങ്ങൾ കണ്ടെത്തുന്ന താപ്പർ കണക്കുള്ള എഴുത്തുകാര് അതിന് വളരെ അയാളുടെ ടാക്ടിക്സ് ആയിട്ട് ഒക്കെ ഇതിനെ കണക്കാക്കുമ്പോൾ, ഡിപ്ലോമാറ്റിക് ആയ ഒരു കാരണം കൊണ്ടൊക്കെ എന്ന് പോലും പരിഗണിക്കുമ്പോൾ പോലും ആ മനുഷ്യൻ അനുഭവിച്ച ആന്തരിക സംഘർഷത്തെ രേഖപ്പെടുത്താതെ പോകുന്നില്ല. വല്ലാത്ത കുറ്റബോധമുണ്ട് ഈ ജയിച്ചവർക്ക്. അവിടെയൊക്കെ തന്നെ ആയിരിക്കണം വളരെ പ്രശസ്തമായൊരു ചൊല്ലുണ്ടല്ലോ, ബിഹൈൻഡ് എവറി ഫോർച്യൂൺ ദെയർ ഈസ് എ ക്രൈം. എല്ലാ വിജയങ്ങൾക്കും എല്ലാ നേട്ടങ്ങൾക്കും എല്ലാ ഐശ്വര്യങ്ങൾക്കും പിന്നിലും തെളിഞ്ഞോ മറഞ്ഞോ ഒക്കെ എന്തോ ഒരു കുറ്റമുണ്ട്. അതിനെ അഭിമുഖീകരിക്കുന്നതിന് മനുഷ്യന് വിജയം എന്ന് പറയുന്ന വലിയ ബാധ്യമായിട്ട് മാറുന്നു, ഭാരമായിട്ട് മാറുന്നു. അപ്പോൾ ആ വിജയം എപ്പോഴും അത്ര ഭംഗിയുള്ളതാവണമെന്നില്ല, എപ്പോഴും അത്ര ചാരിതാർത്ഥ്യം തരുന്നതാവണമെന്നില്ല. പരാജയം എപ്പോഴും തകർക്കുന്നതല്ല എന്ന് പറയുന്ന കണക്കാണ്. പരാജിതരായ മനുഷ്യർക്ക് നമ്മുടെ മനസ്സിൽ ഇടവുമുണ്ട്. പരാജയത്തിന് ഒരുതരം ഇങ്ങനെ കത്തുന്ന ഒരു അഴകുണ്ട്, ഒരുതരം പൊള്ളുന്ന ഒരു ലാവണ്യമുണ്ട്. ഭൂമിയെ സ്നേഹിച്ച എല്ലാ മനുഷ്യരും ഇങ്ങനെ സ്വയം പരാജയപ്പെടാനായിട്ട് തയ്യാറായ മനുഷ്യരാണ്. ചെറിയ പ്രായത്തിൽ മനസ്സിലേക്ക് വന്ന ഒരു സങ്കല്പം എന്ന് പറയുന്നത് ഇങ്ങനെ മുൻപേ പറക്കുന്ന പക്ഷികൾ എന്ന് പറയുന്ന സങ്കല്പം. ശ്രീരാധാകൃഷ്ണന്റെ അക്കാലത്ത് ആ മാതൃഭൂമി വാരികയിൽ വന്നുകൊണ്ടിരുന്ന ആ ഒരു നോവലിനകത്തുന്ന ആ ടൈറ്റിൽ വല്ലാതെ അങ്ങോട്ട് മനസ്സിനെ തൊട്ടു. ചെറിയ ക്ലാസ് മുറികളിലൊക്കെ ആയിരിക്കണം അതൊരു 10ലോ അല്ലെങ്കിൽ ഏകദേശം ഒരു 10ലോ അല്ലെങ്കിൽ പ്രീഡിഗ്രിയൊക്കെ പഠിക്കുന്ന സമയത്ത് വായിക്കുന്ന കഥയാണ്. പക്ഷെ ഓരോ പ്രാവശ്യം മുൻപേ പറക്കുന്ന പക്ഷികളെന്ന് ഇങ്ങനെ മാസികയിൽ അടിച്ചു കാണുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു ആനന്ദം എന്താണെന്ന് എഴുത്തുകാരൻ വിശദീകരിക്കുന്നുണ്ട്. ഇങ്ങനെ നമുക്കറിയാം, ദേശാടന പക്ഷികൾ ഇങ്ങനെ കൂട്ടം കൂടിയാണ് പോകാറുള്ളത്. കൂട്ടം കൂടി പോകുന്ന ഈ പക്ഷികൾക്കകത്ത് ഒരു പക്ഷി തെല്ല് മുമ്പേ പോകുന്നു. അതൊരു തരം ചാവ് പക്ഷിയാണ്. ഏതെങ്കിലും അപകടത്തിൽപ്പെട്ട് ആദ്യം കൊല്ലപ്പെടാൻ പോകുന്ന ഇതാ. ഒരു വേടന്റെ കയ്യിലെ കവണയിലെ കല്ല്, ഒരു ഇലക്ട്രിക് ലൈൻ, ഒരു കെണിയിലൊക്കെ തട്ടി ആദ്യം കൊല്ലപ്പെടാൻ പോകുന്നത് ഈ മുൻപേ പോകുന്ന പക്ഷിയാണ്. അപ്പോൾ ഒരിക്കലും ഈ മുൻപേ പോകുന്ന പക്ഷി അതിന്റെ ഡെസ്റ്റിനേഷനിലെത്തില്ല, അതിന്റെ ഉദ്ദേശിച്ച ഇടങ്ങളിലെത്തില്ല. പക്ഷെ ഈ പക്ഷി അപകടത്തിൽപ്പെട്ട് കഴിയുമ്പോൾ പുറകെ വരുന്ന പക്ഷിക്കൂട്ടങ്ങൾ തങ്ങൾ ദിശ മാറി പറന്നു പോവുകയും ഒടുവിൽ തങ്ങൾ എത്തേണ്ട ഇടങ്ങളിൽ എത്തുമ്പോൾ ആ പ്രധാനപ്പെട്ട വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില്ലയിൽ ആരും ഇരിക്കാറില്ല. ചെറിയ കുഞ്ഞുങ്ങളൊക്കെ അതിലോട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ, ആ ചില്ലയിൽ തത്തിക്കളിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ കാരണന്മാർ വിലക്കിക്കൊണ്ട് പറയും, ഇല്ല, അത് മുൻപേ പറന്ന പക്ഷിയാണ്. പക്ഷെ അവനിവിടെ എത്തിയിട്ടില്ലല്ലോ, അതിനെന്താ? നമ്മളുള്ളത്തോളം കാലം അവൻ ഈ ചില്ലയിലും നമ്മുടെ മനസ്സിലും ഇടമുണ്ടാവണം. അങ്ങനെ ബോധപൂർവം പരാജയത്തിലേക്ക് ഇറങ്ങിപ്പോയ മനുഷ്യരാണ്. അവർക്ക് എന്നും മാനവരാശിയുടെ ചങ്കിൽ ഇടമുണ്ടായിരുന്നു. വലിയ വിപ്ലവങ്ങളിൽ പങ്കെടുത്തവര്, സഭയുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ ചോര നീതിക്ക് വേണ്ടിയോ സമത്വത്തിന് വേണ്ടിയോ ക്രിസ്തു രാജ്യത്തിന് വേണ്ടിയോ ഒക്കെ ചോര വാർന്ന് മരിച്ചവര്, ഇവരൊക്കെ പരാജിതരല്ലേ? എന്നിട്ട് എങ്ങനെയാണ് ആരാധനക്രമങ്ങളിൽ അവർക്ക് ഇടമുണ്ടാവുക? ചുവന്ന പൂജാവസ്ത്രങ്ങൾ അണിഞ്ഞ് അവർക്ക് വേണ്ടി നമ്മൾ കുർബാന അർപ്പിക്കുക. കലയിലുമൊക്കെ ഉണ്ട് ഈ തോറ്റവർക്ക് വേണ്ടിയുള്ള വാഴ്ത്ത. ഒരു കാലത്ത് ഈ നാട്ടില് വിജയിച്ച പടങ്ങൾ ഒക്കെ തോറ്റവരുടെ കഥയായിരുന്നു. അതിങ്ങനെ ഒരു വിശേഷിച്ചും 70കളിലും 80കളുടെ ആദ്യമൊക്കെ ഉണ്ടായ ചിത്രങ്ങൾ, ചാമര ആവട്ടെ, യവനിക ആവട്ടെ, ശാലിനിന്റെ കൂട്ടുകാരി ആവട്ടെ, തകരയാവട്ടെ, ഒക്കെ ഇങ്ങനെ തോറ്റ മനുഷ്യ കഥയാണ്. പൊതുവെ നമുക്കൊരു സങ്കല്പമുണ്ട്, ഈ വിജയികളാണ് ചരിത്രത്തെ ഭംഗിയായിട്ട് കൊണ്ടുപോകാന്നുള്ളത്. നമ്മുടെ തട്ടുപൊളിപ്പൻ ചിത്രങ്ങൾക്കകത്തൊക്കെ നിശ്ചയമായിട്ടും അതിനകത്ത് നായകൻ വിജയിച്ച് പുറത്തേക്ക് വരിക എന്നുള്ളതാണ് കാലാകാലങ്ങളായിട്ട് നമ്മൾ സ്വീകരിക്കുന്ന ഒരു മെത്തേഡ് പോലും. എന്നിട്ടും ഈ തോറ്റ മനുഷ്യരുടെ കഥയ്ക്ക് ഇത്രയും കേൾവിക്കാരും കാഴ്ചക്കാരും ഒക്കെ എങ്ങനെ ഉണ്ടായി? ട്രാജഡികൾ എങ്ങനെയാണ് ഈ സാഹിത്യത്തിൽ നിലനിൽക്കുന്നത്? കമേഴ്ഷ്യ എന്നൊരു വാക്കാണ് യവന ചിന്തകന്മാർ ഉപയോഗിക്കുക. ട്രാജിക് ഫ്ലോ ഓഫ് ലൈഫ്. ജീവിതത്തിൽ ഇങ്ങനെ ഈ ദുരന്തങ്ങളിലേക്ക് ഒഴുകിപ്പോകാനായിട്ടുള്ള ഒരു ധാരയുണ്ടെന്നാ പറയുക. എന്ത് വിജയങ്ങളിലും എന്ത് ഇങ്ങനെ ആഡംബരങ്ങളിലൊക്കെ ജീവിക്കുമ്പോഴും അകത്തു നിന്ന് എവിടെയോ ഒരു പ്രവാഹം നിങ്ങളെ കൊണ്ട് കൂട്ടിക്കൊണ്ട് പോകുന്നത് വലിയ ദുരന്തഭങ്ങളിലേക്ക്. അങ്ങനെ ചില സങ്കല്പങ്ങൾക്കകത്തുനിന്നാണ് ഈ ട്രാജഡി എന്ന് പറയുന്ന ഒരു ഭാഷാ സങ്കല്പം പോലും ഉണ്ടാവുക. അപ്പോൾ തോറ്റവർക്ക് ഇടം കൊടുക്കുന്ന മനസ്സായത് അതിങ്ങനെ ആ കലയിലായാലും ചരിത്രത്തിലായാലും ഒക്കെ ഉണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, ഔഷ്വിറ്റ്സ് എന്നൊക്കെ പറയുന്ന ഇടങ്ങളൊക്കെ എങ്ങനെയാണ് ഇത്രയും ഭംഗിയുള്ള ഇടങ്ങളായി മാറിയത്? ലോകത്ത് ഏതൊരു തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നതിനേക്കാൾ കൂടുതൽ മനുഷ്യനെ കൊലപ്പെടുത്താൻ വേണ്ടി ഒരു കാലത്ത് വളരെ ശക്തമായി ഉപയോഗിച്ചിരുന്ന തടങ്കൽ പാളയങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അവിടെ ഇങ്ങനെ കോടിക്കണക്കിന്, ഒരുപക്ഷെ 10,000-കണക്കിന് ആ മനുഷ്യരുടെ നിശബ്ദ നിലവിളികൾ ഇങ്ങനെ കാറ്റിൽ നിന്ന് കേട്ട് കണ്ണു നിറഞ്ഞും കൈകുപ്പി നിൽപ്പുണ്ട്. അത് പരാജിതർക്കുള്ള വാഴ്ത്തല്ലേ?
കൊളോസ്യത്തിന് മുമ്പിൽ നിന്ന ഒരു ഓർമ്മയുണ്ട്. ഒരു പള്ളിക്ക് പുറത്ത് എങ്ങനെ നിൽക്കണം, അല്ലെങ്കിൽ പള്ളിക്കകത്ത് എങ്ങനെ നിൽക്കണമെന്നുള്ള അത്തരം ഒരു ധാരണയോടുകൂടി, അത്തരം ഒരു ഭക്തിയോടുകൂടിയൊക്കെയാണ് അതിനകത്ത് നിന്നത്. അതിങ്ങനെ പരാജിതർക്ക് വേണ്ടിയുള്ള ഇടമായിരുന്നു. ഒരു കാലത്ത് ഇങ്ങനെ വല്ലാതെ പട്ടിണിക്കിട്ട മൃഗങ്ങളുടെ മുമ്പിലേക്ക് ഇങ്ങനെ മനുഷ്യരെ എറിഞ്ഞു കൊടുത്തിരുന്ന വലിയ അരങ്ങിന്റെ ഇടം, വലിയ സ്റ്റേഡിയത്തിന്റെ ഇടമൊക്കെയാണ് ഈ കൊളോസ് എന്നൊക്കെ പറയുക. ഇതൊക്കെ എങ്ങനെയാണ് ആ മനുഷ്യരുടെ ശ്രദ്ധ ഇപ്പോഴും ആകർഷിക്കുന്നത്? അപ്പോൾ എന്തൊക്കെ നമ്മൾ നിഷേധിക്കാൻ ശ്രമിച്ചാലും ഈ പരാജയത്തിന് ഒരു കത്തുന്ന ലാവണ്യമുണ്ട്, ഒരു പൊള്ളുന്ന ഭംഗിയുണ്ട്. തോറ്റവരുടെ മിഴികളിലൂടെ ഒരു ചരിത്രവായന പോലും സംഭവിക്കുന്നുണ്ട്. ലേക്ക് റിയോൺസ് എന്ന് പറയുന്ന ഒരു ഭംഗിയുള്ള ഷോർട്ട് ഫിലിമുണ്ട്. വെള്ളിത്തിരയിൽ ഒരു കുട്ടി ഇരുന്ന് അവൻ്റെ പെൻസിലിന് മൂർച്ച ഉണ്ടാക്കിയിട്ട് ചിലപ്പോൾ അതിൻ്റെ മോനെ ഒടിഞ്ഞു പോകുന്നു, ചിലപ്പോൾ കുട്ടിയുടെ കയ്യിൽ നിന്ന് നിലത്തേക്ക് വീഴുന്നു. കുട്ടി അത് പിന്നെയും പിന്നെ ഇങ്ങനെ അതിനെ വെട്ടിയെടുക്കാനുള്ള ശ്രമമാണ്. കാഴ്ചക്കാരുടെ ഇടയിൽ നിന്ന് വലിയ നിലവിളികളും സങ്കടമൊക്കെ കേൾക്കാം, നെടുവീർപ്പുകൾ കേൾക്കാം. കുട്ടി ആ പെൻസിൽ ഒടിച്ചു കഴിയുമ്പോൾ അയ്യോ എന്നൊരു വിലാപം കേൾക്കാം. സിനിമ തീരുന്നു. സിനിമ തീരുമ്പോൾ കൊട്ടകക്കകത്ത് വെട്ടം വീഴുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ പെൻസിലുകളാണ്. ഇരയുടെ കണ്ണുകളിൽ നിന്ന് വേട്ടക്കാരനെ കാണുന്ന കാഴ്ചയെ കണ്ടുകൊണ്ടിരിക്കുക. എന്നിങ്ങനെ വേട്ടക്കാരന്റെ വശത്ത് നിന്നായിരുന്നു ചരിത്രം എഴുതപ്പെട്ടുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ചരിത്രം ഒരിക്കൽ വലിയ രാജാക്കന്മാരുടെയും വിജയികളുടെയും ഒക്കെ കഥയായിട്ട് മാറിയത്. ഇപ്പോഴാവട്ടെ ചരിത്രത്തിന് ഒരു പുനർവായന സംഭവിക്കുന്നുണ്ട്. സബോൾട്ടൻ പഠനങ്ങൾ, ദളിത് സാഹിത്യം, സ്ത്രീപക്ഷ വിചാരങ്ങൾ, പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള പുസ്തകങ്ങളൊക്കെ ഈ പറഞ്ഞ എരയുടെ പക്ഷത്തു നിന്ന് ചരിത്രത്തെ കാണാനുള്ള ശ്രമമാണ്. അങ്ങനെ ഒരു ഭംഗിയുള്ള നീക്കം നമ്മുടെ കാലത്തിൽ കൂടി സംഭവിക്കുന്നത് ഒരുപക്ഷെ വളരെ പ്രതീക്ഷ തരുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, വളരെ ചെറിയ മാനദണ്ഡങ്ങളിലാണ് ഈ ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നത്. ഓരോരുത്തർ അവരവരുടെ കുടിസിടങ്ങളിൽ സംഭവിക്കുന്ന, കുടിസിടങ്ങളിൽ പുലർത്തുന്ന വളരെ ചെറിയ അപ്പാരറ്റസുകളിലാണ് ജീവിതത്തെ ജയമെന്നോ പരാജയമെന്നോ നിർണ്ണയിച്ചെടുക്കുക. ക്ലാസ് മുറിയിൽ തോറ്റൊരു കുട്ടി ആ ജീവിതത്തിന്റെ തുറസായ ഇടങ്ങളിൽ എപ്പോഴും ഒരു തോൽവിയാണോ? എനിക്കൊന്ന് പലപ്പോഴും ഇവിടെയൊക്കെ ജയിച്ച മിടുക്കന്മാരെക്കാൾ ഭംഗിയായിട്ട്, ആഴമുള്ളവനായിട്ട്, അർത്ഥമുള്ളവനായിട്ട് ആ കുട്ടി ജീവിക്കുന്നുണ്ട്. നമ്മുടെ മാനദണ്ഡങ്ങളല്ല, നമ്മുടെ വളരെ സബ്ജക്റ്റീവായ മാനദണ്ഡങ്ങളല്ല ഈ ജയപരാജയങ്ങളുടെ ഉരകല്ല. ഒരു ഉദാഹരണത്തിനായിട്ട് പഠിക്കാൻ പോയനായ ഒരു കുട്ടി, അന്ന് അവൻ്റെ ഭാഷാധ്യാപകൻ ആവശ്യപ്പെട്ടത് കാനായിലെ കല്യാണത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു കുറിപ്പെഴുതാനായിട്ടാണ്. എല്ലാവരും ഇങ്ങനെ ദീർഘമായ പ്രബന്ധം കണക്കുള്ള കാര്യങ്ങൾ എഴുതി വെക്കുമ്പോൾ ആ പോഴൻകുട്ടി ഒരേ ഒരു വരി എഴുതി കാര്യങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ: സൃഷ്ടി, ജലം അതിൻ്റെ സൃഷ്ടാവിനെ കണ്ടു, എന്നിട്ട് ചുവന്നു കൊടുത്തു. വാട്ടർ സോ ഈസ് മാസ്റ്റർ ആൻഡ് ബ്ലഷ്ഡ്. ബൈറൺ എന്ന പിന്നീട് കവി ലോകത്ത് അറിയപ്പെടുന്ന ആ കുട്ടിയുടെ ബാല്യത്തിലെ കഥ നമ്മൾ വായിച്ചു കേൾക്കുക. അപ്പം ഇങ്ങനെ നമ്മുടെ മാനദണ്ഡങ്ങളിലല്ല ജീവിതത്തിൻ്റെ കാര്യങ്ങൾ നിലനിൽക്കുക. ഒന്നോർത്ത് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഉള്ളിൽ ഇടം കണ്ടെത്തിയിട്ടുള്ള പല മനുഷ്യരുടെയും ഗാർഹിക ജീവിതം എടുക്കുക. ഗാർഹിക ജീവിതം പോട്ടെ, ഗാർഹിക ജീവിതം പലരുടെയും ഇങ്ങനെ ആവശ്യത്തിലേറെ കലഹങ്ങളും കപ്പൽ ഛേദവും ഒക്കെ ഉള്ളതായിരുന്നു. അവർക്കൊരു വീട് പോലും ഉണ്ടായിരുന്നില്ല. കുറേ അധികം മനുഷ്യർ, സത്യജിത്രയെ എടുക്കുക, MP ശ്രീനിവാസനെ എടുക്കുക, AAപ്പനെ എടുക്കുക, സുരാസുവിനെ എടുക്കുക, ജോൺ അബ്രഹാനെ എടുക്കുക. ഇവരൊക്കെ ഒരു പരാജയമായിട്ട് നിങ്ങൾ ഗണിക്കുന്നുണ്ടോ? ഒരു 10-25 വലിയ മനുഷ്യരുടെ പേര് പറയാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നിശ്ചയമായിട്ടും അതിനകത്ത് ഇവരുടെ പേരുകളൊക്കെ ഇടം കണ്ടെത്തും. എന്നിട്ടോ ഒരു കൂര പോലും പണിയാതെയായിട്ട്, പാർക്കാൻ്റെ വീടില്ലാതായിട്ട്, ചേർത്ത് പിടിക്കാൻ മനുഷ്യയില്ലാതായിട്ട്, ഒരുപക്ഷെ തുടർച്ചയായിട്ടൊരു കുഞ്ഞില്ലാതെയൊക്കെ അവർ കടന്നുപോയില്ലേ? എന്നിട്ടും അവരുടെ ജീവിതത്തെ പരാജയമെന്ന് നിങ്ങൾ ഗണിക്കുക. അപ്പോൾ ഈ കുടിസിടങ്ങളിൽ നമ്മുടെ ചെറിയ മാനദണ്ഡങ്ങൾ വെച്ച് നിർണ്ണയിക്കേണ്ട ഒന്നല്ല ആ ജയപരാജയങ്ങൾ. ആ ജയപരാജയം എന്ന വാക്ക് പോലും അത്ര ഭംഗിയില്ലാത്ത ലോകത്തെ അങ്ങനെ ചതുരംഗക്കളത്തിലെ കറുപ്പും വെളുപ്പും കണക്ക് രണ്ടായിട്ട് വേർതിരിച്ചിട്ട് ഒന്ന് ജയം ഒന്ന് പരാജയം ഒന്നും മട്ടില്ല വേർതിരിക്കേണ്ട ബാധ്യതയുണ്ടോ? ഓരോരുത്തരും അവരവരുടെ ജീവിതത്തെ ഭംഗിയാക്കി ജീവിക്കുക പ്രധാനം. വേദപുസ്തകമൊക്കെ പറയുന്ന കണക്ക് ഇങ്ങനെ അവസാനം വരെ ഓട്ടം ഓടുക എന്നുള്ളതാണ് ഈ കളിക്കളത്തിലെ ഏറ്റവും വലിയ നിയമം. ഓട്ടം ജയിക്കുക എന്നുള്ളതല്ല. പൗലോസ് ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ അതിന് പിന്നിൽ ഒളിമ്പിക്സിന്റെ ഒക്കെ പശ്ചാത്തലം ഉണ്ടെന്നാണ് എക്സൈറ്റിക്കലായ പഠനങ്ങൾ നമ്മൾ പറയുന്നത്. ഒരു ഒളിമ്പിക്സ് ഇങ്ങനെ ആരംഭിക്കുന്ന ഘട്ടത്തിനകത്ത് അതിനകത്ത് തൻ്റെ കിറുക്ക് കൊണ്ട് പങ്കുചേരാനായിട്ട് തയ്യാറായ ഒരു ഭരണാധികാരി, ആ മനുഷ്യൻ
ഓട്ടം പൂർത്തിയാക്കുന്നില്ല. എന്നിട്ട് ഈ മനുഷ്യന് തോൽക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഈ മനുഷ്യനെ ഇങ്ങനെ രഥത്തിലെടുത്തുകൊണ്ടാണ് ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുന്നത്. എന്നിട്ട് അയാൾക്ക് 1ാം സമ്മാനം കൊടുക്കുന്നു. അപ്പം അതിങ്ങനെ ഒരു ഫലിതമായിട്ട് ഈ പറയുന്ന കായിക ലോകത്ത്, വിശേഷം പുരാതന കായിക ലോകത്തുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ വളരെ മുനയുള്ള, വളരെ മൂർച്ചയുള്ള വാക്ക് പൗലോസ് പറയുന്നത്. ഞാൻ ഓട്ടം പൂർത്തിയാക്കി. ഓട്ടം ജയിച്ചെന്നല്ല പറയുന്നത്. അത് തന്നെ അതിൻ്റെ ഭംഗി. ഓട്ടം ആരെ തോൽപ്പിക്കാൻ, ആര് തോൽപ്പിക്കാൻ, ആര് ജയിക്കാനാ? ഒന്നുമില്ല. ഓരോരുത്തർ അവരവരെ ഏൽപ്പിച്ച ആ റോള് ഭംഗിയാക്കി തീർക്കുക. എന്നിട്ട് ഒരു നമസ്തേ പറഞ്ഞ് കടന്നു പോവുക. എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ പങ്കുവെച്ച കണക്ക്, ഒരു ദിവസം ക്ലാസ് മുറിയിൽ അധ്യാപകൻ വന്നിട്ട് പറഞ്ഞു, ഓരോരുത്തർക്കും ഒരു ബലൂൺ കൊടുത്തിട്ട് പറഞ്ഞു, 10 മിനിറ്റ് സമയം തരും. ഈ 10 മിനിറ്റ് സമയത്തിനുള്ളിൽ അവനവനെ ഏൽപ്പിച്ച ആ ബലൂൺ പൊട്ടിക്കാതെ നോക്കിയേക്കണം. അതോടുകൂടി കളി ആരംഭിച്ച് ഓരോരുത്തരും ഇങ്ങനെ മറ്റുള്ളവരുടെ ബലൂൺ ഇങ്ങനെ പൊട്ടിച്ച് ഒടുവിൽ 10 മിനിറ്റിന് മുമ്പ് തന്നെ ഇങ്ങനെ ആരുടെ കയ്യിൽ ഇപ്പൊ ബലൂണില്ല, എല്ലാവരുടെ കയ്യിൽ ഇങ്ങനെ പൊട്ടിയ ബലൂണ്. അപ്പൊ അധ്യാപകൻ അവരെ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ട് പിന്നെ അവരെ തിരുത്തിക്കൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ ബലൂൺ പൊട്ടിക്കാതെ സൂക്ഷിക്കാൻ മാത്രമേ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടുള്ളൂ. ബാക്കിയുടെ ബലൂൺ പൊട്ടിക്കാനായിട്ട് നിങ്ങളോട് ആരാ ആവശ്യപ്പെട്ടത്? അപ്പോഴേ ഈ കുട്ടികൾക്ക് ഒരു പ്രകാശം ഉണ്ടാകുന്നത്. അങ്ങനെ ഒന്നും ഇതിനകത്ത് പറഞ്ഞിട്ടേ ഇല്ല. സ്വന്തം ബലൂൺ പൊട്ടിക്കാതിരിക്കാനായിട്ട് നോക്കിയാൽ മാത്രം മതി. ബാക്കിയുള്ള ബലൂൺ പൊട്ടിക്കാനായിട്ട് ആരാ പറയുക? ചിലപ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് നമ്മുടെ നിലനിൽപ്പ് മറ്റു പലരുടെയും ഒക്കെ ചില കാര്യങ്ങളെ തകർത്തുകൊണ്ടാണ്, മറ്റു പലരെയും തോൽപ്പിച്ചുകൊണ്ടാണ്. അങ്ങനെ വരുമ്പോൾ നേരത്തെ പറഞ്ഞ കണക്ക് സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ജയങ്ങൾ, നിങ്ങളുടെ ചെറിയ ചെറിയ ജയങ്ങൾ നിങ്ങൾക്കുണ്ടാക്കുന്ന കുറ്റബോധം, അത് ഒരു പുണ്യനദിക്കും കഴുകിക്കളയാൻ പറ്റാത്തതിനേക്കാൾ കഠിനമായിരിക്കും, ഭാരമുള്ളതായിരിക്കും. നമുക്ക് യേശുവിലേക്ക് തന്നെ വരിക. ഇങ്ങനെ ആ തോൽവിയെ ഭംഗിയായിട്ട് എടുക്കാനായിട്ട് നമ്മൾ പരിശീലിപ്പിക്കുന്നു. ഒരുതരം ഗുഡ് ലൂസറായിട്ട് നമ്മളെ ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ജയത്തിന് വേണ്ടിയുള്ള വാഴ്ത്തൊന്നുമില്ല സുവിശേഷത്തിനകത്ത്. ജയം ഒരു സുവിശേഷ മൂല്യം പോലും ആണെന്നുള്ളതിനെ കുറിച്ച് തർക്കമുണ്ട്. വിശേഷം നമ്മുടെ കാലത്തൊക്കെ ഒത്തിരി മാനേജ്മെന്റ് സ്റ്റഡീസ് ഇങ്ങനെ യേശുവിന്റെ ഒക്കെ നാമത്തിൽ നടക്കുമ്പോൾ, ഇങ്ങനെ യേശു ഇങ്ങനെ ബിസിനസ് മാനേജ്മെന്റിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താന്നൊക്കെ ഉള്ള ടെസ്റ്റ് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അത് വളരെ സില്ലിയായ കമ്പ്, വളരെ ഷാലോയ ഒരു കാര്യമാണ്. അടുത്ത കാലത്തായിട്ട് ബ്രിട്ടനിലെ ഒരു മാനേജ്മെന്റ് സ്കൂള് വളരെ പ്രഗത്ഭരായ 3 കമ്പനിയുടെ മേലധികാരികളിലൊന്നായിട്ട് ഫ്രാൻസിസ് പാപ്പയെ നിർണ്ണയിക്കുന്നു. ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുന്ന, പൊട്ടിപ്പൊളിഞ്ഞു തോന്നുന്ന ഒന്നിനെ പുനരുദ്ധരിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ സില്ലിയായ കാര്യങ്ങളാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഭൗതികമായ പദങ്ങൾ, നമ്മുടെ വ്യവഹാരങ്ങളിലെ ഭാഷയൊക്കെ ഇങ്ങനെ ആത്മീയതയിലേക്കും മതത്തിലേക്കും കൊണ്ടുവരുന്ന മാത്രം വിചാരിച്ചാൽ മതി. അപ്പം അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ യേശു CEO ആണെന്നൊക്കെ പറയുന്ന സങ്കല്പങ്ങളാണ് ഒരുപക്ഷെ ആ സുവിശേഷത്തിന്റെ അടിസ്ഥാനം ആരോപിക്കുന്ന ഇറക്കണ കാര്യമല്ല. അവനെ ഒരു മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ വിജയത്തിന്റെ മാനദണ്ഡമായിട്ട് ഉപയോഗിക്കാനും പാടില്ല. എവിടെയായിരുന്നു യേശുവിന്റെ നിലനിൽപ്പ്, എന്തായിരുന്നു യേശു പറയാൻ ശ്രമിച്ചത്, എങ്ങനെയാണ് യേശു അവസാനിപ്പിച്ചത് എന്നൊക്കെ നിരീക്ഷിക്കുമ്പോൾ എവിടെങ്കിലും ഈ ജയം എന്ന് പറഞ്ഞ ഒരു പദത്തിന്റെ സൂചനയോ തെളിഞ്ഞോ മറിഞ്ഞോ ഉണ്ടോ? എവിടുന്ന് ആരംഭിക്കുന്ന ഇങ്ങനെ തോറ്റവരോടൊപ്പം, തോറ്റവർക്ക് ഇണങ്ങിയ മട്ടിൽ ചരിത്രത്തെ വീക്ഷിക്കാനായിട്ട് ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വളരെ ശക്തമായിട്ട് ഇങ്ങനെ അധികാരത്തിനെതിരായിട്ട് സംസാരിക്കേണ്ടി വരികയും, മതം അധികാരമായിക്കൊള്ളട്ടെ, ഭൗതിക അധികാരമായിക്കൊള്ളട്ടെ, അതിനൊക്കെ ദരിദ്രർക്കിണങ്ങിയ മട്ടിൽ ചലഞ്ച് ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങളിങ്ങനെ ആ വിധവകളുടെ ഗൃഹങ്ങളെ മോഷ്ടിച്ചെടുക്കുകയും ദരിദ്ര ഭവനങ്ങളെ തകർക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ അടിസ്ഥാന നിലപാടിങ്ങനെ തോറ്റവരോടൊപ്പം, സമൂഹത്തിലെ താഴെ ശ്രേണിയിൽപ്പെട്ടവരോടൊപ്പം, യേശുവിനോട് കൂടെ ഒപ്പം ഉണ്ടായിരുന്നവരാരൊക്കെ എന്നുള്ളതിന് ഉപയോഗിക്കുന്ന ഏറ്റവും നല്ല വാക്കിതാണ് ദ ലീസ്റ്റ് ലോസ്റ്റ് ആൻഡ് ലാസ്റ്റ്. സമൂഹത്തിലെ ഏറ്റവും ചെറിയവര്, സമൂഹത്തിൽ ഇങ്ങനെ എല്ലാം നഷ്ടമായത്, എല്ലാ കളികളിലും ലാസ്റ്റ് ആകുന്ന മനുഷ്യരൊക്കെ ആയിരുന്നു യേശുവിനോടൊപ്പം. പിന്നെ യേശുവിന്റെ പ്രബോധനങ്ങൾ എന്തായിരുന്നു? അത് നിശ്ചയമായിട്ട് ഇങ്ങനെ തോറ്റവർക്ക് വേണ്ടിയുള്ള വാഴ്ത്ത, തോറ്റവർക്ക് വേണ്ടിയുള്ള തോറ്റ, അവർക്ക് വേണ്ടിയുള്ള സ്തോത്രമാലിക. അഷ്ടഭാഗ്യം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ തോറ്റവർക്ക് വേണ്ടിയുള്ള സ്തോത്രമാലിക. കരഞ്ഞ ഒരു ഭാഗ്യവന്മാര്, വിശന്ന ഒരു ഭാഗ്യവന്മാര്, പീഡനമേറ്റ ഒരു ഭാഗ്യവന്മാര്. ഇന്നത്തെ എവിടെ ജയം? ഇനി ജയിച്ചു എന്ന് കരുതുന്നവരെ കുറിച്ച് യേശു എന്താ പറയുന്നത്? അഷ്ടഭാഗ്യം മാത്രമുള്ള ചില ശാപങ്ങളുണ്ട്. ഇപ്പോൾ ചിരിക്കുന്നവരെ അയ്യോ കഷ്ടം, ഇപ്പോൾ വിരുന്നുന്നവരെ അയ്യോ കഷ്ടം, ഇപ്പോൾ പ്രശംസ ലഭിക്കുന്നവരെ അയ്യോ കഷ്ടം, ധനികരെ അയ്യോ കഷ്ടം. അപ്പൊ യേശുവിന്റെ പ്രബോധനങ്ങളിൽ നിശ്ചയമായിട്ട് പിന്നെ അവിടുത്തെ ആറ്റിറ്റ്യൂഡ് ഓഫ് ലൈഫ് അത് കൃത്യമായിട്ട് ഇങ്ങനെ തോൽവിയെ സ്നേഹിക്കുന്നൊരു മനുഷ്യനാണ്. അതിങ്ങനെ വിശേഷം ഒത്തിരി ഇടങ്ങളിൽ മുഴുവൻ സുവിശേഷത്തിന്റെ അന്തർധാരയ്ക്കകത്ത് അത് കിടപ്പുണ്ട്. വിശേഷ യേശുവിന്റെ അവസാനത്തെ ആ ചില അനുഭവങ്ങളിലൊക്കെ നിശ്ചയമായിട്ടും നമുക്കതിനെ വായിച്ചെടുക്കാവുന്നേ ഉള്ളൂ. എന്തുമാത്രം ഭംഗിയായിട്ടാണ് തോൽവി സ്വീകരിക്കാവുന്നത്. വെറുതെ ഒരു 2 ഉദാഹരണം എടുത്താൽ മതി. കുരിശ കിടക്കുമ്പോഴേക്കും ഒരു മനുഷ്യൻ ഇങ്ങനെ താഴത്തുനിന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ആൾക്കൂട്ടം താഴത്തുനിന്ന് പറയുകയാണെങ്കിൽ നീ ദൈവത്തിനാണെങ്കിൽ ഇറങ്ങി വാ.
അത് ഒരുതരം വാതുവെപ്പാ. എന്നിട്ടോ ആ വാതുവെപ്പിന് യേശു നിന്ന് കൊടുക്കുന്നില്ല. അതിന്റെ അർത്ഥം ചില മൂല്യങ്ങൾക്ക് വേണ്ടി ഒരാളിങ്ങനെ പരാജിതനായിട്ട് നിൽക്കുന്നതിനകത്ത് ഒരു കുഴപ്പമില്ല. എല്ലാ തർക്കങ്ങൾക്കകത്ത് നിങ്ങൾ പങ്കുചേർന്നത് എന്താ ഉദ്ദേശം? എല്ലാ തർക്കങ്ങൾക്കകത്ത് നിങ്ങളുടെ പങ്കുചേർന്ന നീതീകരണം എന്താ? പക്ഷെ ആ തർക്കത്തിലേക്ക് പങ്കുചേരുന്നത്. എന്നാൽ ഇതേ യേശു തന്നെ മറ്റൊരാളുടെ വാതുവെപ്പിന് വഴങ്ങുന്നുണ്ട്. യേശുവിന്റെ ഉത്ഥാനത്തിന് ശേഷം യേശുവിന്റെ ദർശനഭാഗ്യം കിട്ടാതെ പോയ തോമസ് പറയുന്നുണ്ട്, എനിക്കത് വിശ്വസിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമുക്കറിയാം എപ്പോഴും ആ പുരുഷൻ ഇങ്ങനെ സ്ത്രീയേക്കാൾ കൂടുതലായിട്ട് അനുഭവങ്ങളുടെ ഒരു പശ്ചാത്തലം ആവശ്യമുണ്ട്. ആൾക്കും ചില കാര്യങ്ങൾ ഇങ്ങനെ തൊട്ടും കണ്ടുമൊക്കെ മാത്രമേ വിശ്വസിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് അയാൾ പറഞ്ഞു, ഞാൻ അവന്റെ ആ ഉത്ഥാനത്തെക്കുറിച്ച് നിങ്ങൾ പറയുന്ന ഈ കഥകളോട് എനിക്ക് താല്പര്യമില്ല. എനിക്ക് എപ്പോഴാണ് അവൻ എൻ്റെ മുമ്പിൽ വന്നിട്ട് അവന്റെ 5 മുറിവുകൾ എന്നെ കാണിക്കുന്നത്, അത് തൊട്ട് കഴിഞ്ഞ് ഞാൻ വിശ്വസിക്കാന്നാ പറയാം. ഒരുതരം വാതുവെപ്പാ. എന്നിട്ടോ ആ വാതുവെപ്പിന് യേശു തോറ്റുകൊടുക്കുക. യേശു സ്നേഹപൂർവ്വം തോറ്റുകൊടുക്കുക. ഒരാള് സ്നേഹപൂർവ്വം തോൽക്കുന്നതിനകത്ത് ഇപ്പൊ എന്താ കുഴപ്പം? അല്ലെങ്കിൽ തന്നെ സ്നേഹത്തിൽ എന്ത് തോൽവിയും ജയവും ഒക്കെ. ഞാൻ വിചാരിക്കുന്നു നമ്മുടെ ഗാർഹിക പരിസരങ്ങളിൽ, നമ്മുടെ തൊഴിലിടങ്ങളിൽ, നമ്മുടെ സൗഹൃദങ്ങളിലൊക്കെ നമുക്ക് ഭംഗിയായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഒറ്റ വഴിയേ ഉള്ളൂ, സ്നേഹപൂർവ്വം തോൽക്കാൻ പഠിക്കുക. എനിക്ക് അടുത്ത കാലത്തായിട്ടൊരു നല്ലൊരു കോംപ്ലിമെന്റ് കിട്ടി. വളരെ കാലം മുമ്പ് എന്തോ ഒരു ഇടത്തിൽ വെച്ച് ചില സംഭാഷണങ്ങൾ സത്സംഗത്തിൽ പങ്കുചേർന്ന ചെറുപ്പക്കാരനാണ്. ഇപ്പോൾ അയാളും വയസ്സായിരിക്കുന്നു, നമുക്കും ഒക്കെ പ്രായമായി വരുന്നു. ആ മനുഷ്യൻ പറയുകയാണ്, നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം എൻ്റെ ജീവിതത്തെ വല്ലാതെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണത്? നീ എപ്പോഴാണ് സ്നേഹപൂർവ്വം തോൽക്കാൻ പഠിക്കുക? അതെൻ്റെ ജീവിതത്തിന് വലിയ വ്യതിയാനം ഉണ്ടാക്കിയ വരികളാണ്. ഒരു 10-16 വർഷമായിട്ട് ഞാൻ അതിനെ നന്നായിട്ട് പരിശീലിക്കുന്നുണ്ട്. ഒരു സ്കൂളിൻ്റെ റേഡിയോയിൽ ഇങ്ങനെ ഓരോ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ അനൗൺസ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ നമ്മുടെ ഈ ഗുരുചരണം അവസാനിക്കുമ്പോൾ ഞാനതൊന്ന് ഒരുപക്ഷെ ഈ ഒരാഴ്ച നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന നിലയിൽ അത് പറഞ്ഞോട്ടെ. ഏതെങ്കിലും ഒരിടത്തിൽ നിങ്ങൾക്ക് ഈ വരുന്ന ദിനങ്ങളിലും തോറ്റു കൊടുക്കാൻ പറ്റുമോ? ജീവിതം ഒരിക്കലും പഴയതല്ല എന്ന് അപ്പോൾ നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടും. എല്ലാത്തിനെയും ഇങ്ങനെ സിമുലേറ്റ് ചെയ്ത് പഠിക്കുന്ന ഒരു രീതിയുണ്ട്. കപ്പലും എയ്റോപ്ലെയിനും ഒക്കെ പോലും നമുക്കിങ്ങനെ നമ്മുടെ സ്വീകരണ മുറിയിലിരുന്ന് അതിൻ്റെ ചില മാതൃകകൾ ഉണ്ടാക്കി പഠിക്കാൻ പറ്റുന്ന രീതിയെ വിളിക്കുന്ന വാക്കാണ് സിമുലേറ്റ് എന്ന് പറയുക. അങ്ങനെയെങ്കിൽ ഈ നാട്ടിൽ നിന്ന് ഭംഗിയുള്ളൊരു കഥയെടുത്തിട്ട് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് മെഡിറ്റേഷൻ വെക്കുന്ന നല്ലതായിരിക്കും. അത് നാറാണത്തുനാഥെന്ന് പറയുന്ന ആളുടെ കഥയാണ്. ഇങ്ങനെ ഒരു മനുഷ്യൻ കല്ലുരുട്ടിക്കൊണ്ട് പോവുകയാണ്. നല്ല ഉച്ചവെയിലിൽ വിയർപ്പിൽ മുങ്ങി ഇങ്ങനെ മലയുടെ ഉച്ച വരെ അയാളിങ്ങനെ കല്ലുരുട്ടിക്കൊണ്ട് പോകുന്നു. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഈ മനുഷ്യൻ അതേ കല്ല് താഴോട്ട് ഇട്ടുകൊണ്ട് ഉറക്കിച്ചിരിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ ഓരോരുത്തരും കയറ്റണ കല്ലുകൾ അവരുടെ കയ്യിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയൊക്കെ താഴോട്ട് പോകും. അപ്പോഴും ഈ ചിരി നിലനിർത്താൻ പറ്റുമോ? അങ്ങനെയെങ്കിൽ അതായിരിക്കും കളിക്കളങ്ങൾ നിങ്ങൾക്ക് വെച്ച് നീട്ടാൻ പോകുന്ന ഏറ്റവും ഭംഗിയുള്ള പാഠം. പരാജയങ്ങളെ ഒരു ചിരിയോട് കാണുക. അതിന് ദൈവം സഹായിക്കട്ടെ. ജീവിതം പ്രഭാമയം സന്നിധാനം തമോന്മുഖം. ജീവിതം പ്രഭാമയം സന്നിധാനം.